Hi everyone, welcome to my channel Extra Subject. ഇംഗ്ലീഷിൽ പലതരം വെർബുകളുണ്ട്. പ്രവൃത്തിയാണ് ക്രിയകൾ അല്ലെങ്കിൽ വേർബ് എന്ന് വിളിക്കുന്നത്. പലതരം വെർബുകളിൽ ഒരെണ്ണമാണ് ഇറഗുലർ വേർബ്. അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം റെഗുലർ വേർബ് എന്തെന്ന് നോക്കാം. റെഗുലർ വേർബ്സ് ആർ വേർബ്സ് ഹൂസ് പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആർ ഫോംഡ് ബൈ ആഡിങ് ദ സഫിക്സ് ed or d. റെഗുലർ വേർബ് അതിൻ്റെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഇഡിയോ ഡിയോ ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. എക്സാമ്പിൾ ലാഫ്, laughed, move, moved. എന്നാൽ ഇറഗുലർ വേർബ്സ് അവയുടെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ടാക്കുന്നത് ഇങ്ങനെയല്ല. അതിന് തനതായൊരു ശൈലിയുണ്ട്. അത് ed ഉപയോഗിക്കുന്നില്ല. അത്തരത്തിലുള്ള ചില ഇറഗുലർ വേർബിൻ്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളുമാണ് ഇനി നോക്കുന്നത്. ബിഗിൻ, അതിൻ്റെ അർത്ഥം ആരംഭിക്കുക. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ബിഗാൻ, പാർട്ടിസിപ്പിൾ ബിഗൺ. ബ്ലോ, ഇതിൻ്റെ അർത്ഥം പ്രഹരം. പാസ്റ്റ് ടെൻസ് ബ്ലൂ, പാർട്ടിസിപ്പിൾ ബ്ലോൺ. ചൂസ്, ഇതിൻ്റെ അർത്ഥം തിരഞ്ഞെടുക്കുക. ചോസ്, പാസ്റ്റ് ടെൻസ് ചോസൺ, പാർട്ടിസിപ്പിൾ. ഡു, ഇതിൻ്റെ അർത്ഥം ചെയ്യുക. ഡിഡ്, പാസ്റ്റ് ടെൻസ്. ഡൺ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഡ്രിങ്ക്, ഇതിൻ്റെ അർത്ഥം കുടിക്കുക. ഡ്രാങ്ക്, പാസ്റ്റ് ടെൻസ്. ഡ്രങ്ക്, പാർട്ടിസിപ്പിൾ. ഈറ്റ്, ഇതിൻ്റെ അർത്ഥം കഴിക്കുക. ഏറ്റ്, പാസ്റ്റ് ടെൻസ്. ഈറ്റൻ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഗീവ്, ഇതിൻ്റെ അർത്ഥം കൊടുക്കുക. ഗേവ്, പാസ്റ്റ് ടെൻസ്. ഗിവൺ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഗോ, ഇതിൻ്റെ അർത്ഥം പോവുക. പാസ്റ്റ് ടെൻസ്. വെൻറ്റ്, ഗോൺ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സിങ്, ഇതിൻ്റെ അർത്ഥം പാടുക. പാസ്റ്റ് ടെൻസ് സാങ്, പാർട്ടിസിപ്പിൾ സങ്. സ്ട്രൈവ്, ഇതിൻ്റെ അർത്ഥം പരിശ്രമിക്കുക. സ്ട്രോ, പാസ്റ്റ് ടെൻസ്. സ്ട്രിവൺ, പാർട്ടിസിപ്പിൾ. ഇതുപോലെയുള്ള നിരവധി ഇറഗുലർ വേർബ്സ് ഇംഗ്ലീഷിലുണ്ട്. തനതായ ശൈലിയിൽ ഇറഗുലർ വേർബ്സ് പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും നിർമ്മിക്കുന്നു. അത് മനപ്പാടമാക്കുകയല്ലാതെ ഷോർട്ട് കട്ടിൽ യാതൊന്നും ഇല്ല. ഇംഗ്ലീഷിൽ ഇങ്ങനെ വേർബുകളെ പലതായി തരംതിരിച്ചിരിക്കുന്നു. അവ ഓരോന്നിനും പ്രത്യേക സ്വഭാവ സവിശേഷതകളും ഉണ്ട്. സെൻറ്റൻസിൽ വേർബിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. വേർബുകളെപ്പറ്റി നല്ലവണ്ണം മനസ്സിലാക്കുകയും വേർബ് ടെൻസ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് അറിയുകയും ചെയ്താൽ ഇംഗ്ലീഷ് പഠനത്തിന് ഏറെ സഹായകരമാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.